പിണറായി സർക്കാർ 3.0 സ്വപ്നം കണ്ടിറങ്ങിയ പിണറായി വിജയനെതിരെ ഒളിയമ്പുമായി മുതിർന്ന CPM നേതാവ് ജി സുധാകരന്റെ പുതിയ കവിത. VS അച്യുതാനന്ദന് തുടർഭരണം നിഷേധിക്കാൻ ഇടയായ പഴയ രാഷ്ട്രീയ സാഹചര്യം ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സുധാകരന്റെ കവിത. ഇടിമുഴക്കം പോലെ ശബ്ദം, സിംഹഗർജനം പോലൊരു ആഹ്വാനം എന്ന തലക്കെട്ടോടെ കലാകൗമുദി ആഴ്ചപ്പതിപ്പിലാണ് ജി സുധാകരന്റെ പുതിയ കവിത എത്തിയത്. VS അച്യുതാനന്ദന് 2011 തുടർഭരണം നിഷേധിച്ചത് യൂദാസുമാരാണെന്നാണ് CPM നേതാവ് പറയുന്നത്. VSന് തുടർഭരണം ലഭിക്കാതിരിക്കാൻ സ്ഥാനാർത്ഥി നിർണയത്തിലടക്കം പിണറായി വീഴ്ച വരുത്തിയെന്ന ആരോപണവും അക്കാലത്ത് ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് CPM നേതാവിന്റെ കവിത. യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം കാണാതിരുന്നത് കൊണ്ടാണ് VS സർക്കാരിന് തുടർഭരണം നഷ്ടമായതെന്ന് കവിത പറയുന്നു. കത്തിയും കഠാരയുമില്ലാതെ നടന്നു നീങ്ങിയ VSന് ചുറ്റുമാണ് ആശയറ്റവർ നിറഞ്ഞതെന്നും കവിതയിൽ പരാമർശമുണ്ട്. ഇത് പിണറായി വിജയനെ ഉന്നമിട്ടാണെന്ന് വ്യക്തമാണ്. VSനെ പ്രകീർത്തിച്ച് എഴുതിയ കവിതയിലാണ് അന്നു പാർട്ടിക്കകത്ത് നടന്ന VS വിരുദ്ധ നീക്കത്തെക്കുറിച്ചെന്നു കരുതാവുന്ന സൂചനയുള്ളത്. VS പിണറായി പോര് കത്തിനിന്ന സമയത്തു നടന്ന തിരഞ്ഞെടുപ്പിൽ LDFന് 68 സീറ്റാണ് ലഭിച്ചത്. മുഖ്യമന്ത്രിയായിരുന്ന VS വീണ്ടും അധികാരത്തിലേറാതിരിക്കാൻ പാർട്ടിയിലെ ഒരു വിഭാഗം നീക്കം നടത്തിയെന്ന് അന്നു ചർച്ചയുണ്ടായി. സർവ്വപ്രതീക്ഷയും അർപ്പിച്ച സൈന്യാധിപൻ പാളിയെങ്കിൽ ഉണ്ടാകുമോ വിജയങ്ങൾ? അണികളോ ചിന്നിച്ചിതറി നശിക്കുകയില്ല എന്നുകുറിച്ചാണ് ജി സുധാകരൻ എഴുതിയ കവിത ആരംഭിക്കുന്നത്. VSന്റെ രാഷ്ട്രീയകാലം അടയാളപ്പെടുത്തുന്ന സുദീർഘ കവിതയിൽ ആലപ്പുഴയിലെ തൊഴിലാളി സമരങ്ങളും രക്തസാക്ഷികളും KR ഗൗരിയമ്മയും പരിസരവും കഥാപാത്രമാകുന്നുണ്ട്. കയ്യിൽ കഠാരയോ കത്തികളോ മിന്നിച്ചിതറും വെടിയുണ്ടയോ ഒന്നുമില്ലാതെ നടന്നു നീങ്ങിയ VS ആശയറ്റ പട്ടിണിപ്പാവങ്ങളെ തൊട്ടെന്ന് ജി സുധാകരൻ എഴുതുന്നു. VS സർക്കാരിന്റെ കാലത്ത് വാനോളം പുകഴ്ത്തുന്ന സുധാകരൻ VSന് തുടർഭരണം ലഭിക്കാത്തതിന് പാർട്ടിയെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നുമുണ്ട്. VS തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാകാൻ ജനം ആഗ്രഹിച്ചെങ്കിലും യൂദാസുകൾ തീർത്ത പത്മവ്യൂഹം മുൻകൂട്ടി കാണാൻ കഴിയാത്തതിനാലാണ് സീറ്റുകൾ നഷ്ടമായതെന്ന് പറഞ്ഞു വെക്കുന്നു. ആലപ്പുഴയിൽ അന്ന് 9-ൽ 8 സീറ്റുകളും LDFന് നേടിയെടുക്കൊടുത്തത് സുധാകരന്റെ ഓർമ്മപ്പെടുത്തലുമുണ്ട് കവിതയിൽ. VSന്റെ വിപ്ലവ ജീവിതത്തെ അലങ്കാര വിശേഷണങ്ങൾ പ്രയോഗങ്ങൾ കൊണ്ട് വാഴ്ത്തുന്ന 4 പേജിലായി അടിച്ചു വന്ന കവിത VS ഭരണത്തിലാണ് നാടിന്റെ മട്ടുമാറിയതെന്നും അതാണ് നവകേരളമെന്നും പറഞ്ഞാണ് ജി സുധാകരൻ കവിത അവസാനിപ്പിക്കുന്നത്. സുധാകരന്റെ കവിതയിൽ നിന്ന് ഏതാനും വരികൾ. മുഖ്യനായി വാണകാലം വീണ്ടും വരാനായി കൊതിച്ചു നാമെങ്കിലും യൂദാസുകൾ തീർന്ന പത്മവ്യൂഹം മുന്നിലായി കാണാൻ മുൻപേ അറിയാതെ നഷ്ടമായി ഏറെ പടക്കളങ്ങൾ. 3 പടക്കളം കൂട്ടി ജയിച്ചെങ്കിൽ വാഴും ജനസഭാ മന്ദിരത്തിൽ തേരു തെളിയുന്ന നാഥനായി. VSന്റെ പോരാട്ടങ്ങളെ വാഴ്ത്തുന്ന സുധാകരൻ സർക്കാരിന്റെ നവകേരള സംരംഭങ്ങളെ എങ്ങനെ പറയുന്നു? നാടിന്റെ അധ്വാന സമ്പന്നരായ നാളുതോറും വളരാതെ നിർത്താൻ നവകേരളം എന്നു പറയുന്നവർ നെല്ലുവിളയ്ക്കും കുട്ടനാട് എന്നു ചൊല്ലി അധ്വാനമാണ് നവകേരളത്തിന്റെ മുദ്ര, അതാവണം മുഖമുദ്ര.